ഞാനൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ട് 50 വർഷത്തോളമായി. അന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അമേരിക്കയിലെ സായിപ്പുമാരൊക്കെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അഭയാർത്ഥികളായി വന്ന ഇസ്ലാം മതക്കാർ ഇപ്പോൾ അവകാശവാദവും ആ മതത്തിന്റെ കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വന്ന് നടത്തി പൊതുജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ് അവർ ചെയ്യുന്നത്. എല്ലാ കുടിയേറ്റക്കാരെയും ബാധിക്കുന്ന ഒരു രീതിയാണത്. ഇപ്പോൾ പേടിച്ചിട്ട് റോഡിൽ കൂടി നടക്കാനോ വല്ലതും പോയി വാങ്ങിക്കാനോ ഭയപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതാനും ചില തീവ്രവാദികൾ മൂലം എല്ലാ കുടിയേറ്റക്കാർക്കും പ്രശ്നമായിരിക്കുകയാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, UK എന്നുവേണ്ട എത്ര പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇസ്ലാം ടെററിസ്റ്റുകൾ കാരണം പൊറുതിമുട്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, UK ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് UK കുടിയേറി താമസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് കരോൾ പോലെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ വളരെ മനോഹരമായി നടത്തിയിരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. കുറച്ച് വണ്ടികളിൽ ആളുകൾ എല്ലാ വീടുകളിലും പോകുന്നു, ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ വർഷം ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് കരോള് പല ആളുകളും ഇപ്പോൾ ഒരു ഹാളിൽ വിളിച്ച് ആളുകൾ ചേർന്ന് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്മസ് കരോള് നടത്തുന്ന രീതിയിലേക്ക് മാറി. ക്രിസ്മസ് കരോളിൻ്റെ ഉദ്ദേശം തന്നെ ക്രിസ്തുവിൻ്റെ ജന്മം ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് കരോളിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നാൽ അത് വീടുകളിൽ പോയി എത്തിച്ച് അറിയിക്കുന്ന ആട്ടിടയന്മാർ അറിയിച്ച ക്രിസ്തുവിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് അറിയിച്ച സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് കരോൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു കരോൾ നടത്താൻ ആളുകൾക്ക് പലപ്പോഴും ധൈര്യമില്ല. പല ഡിനോമിനേഷനിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകളും ഈ വർഷം കരോള് നടത്തിയത് ഹാളുകളിലോ പള്ളികളിലോ ഒക്കെ ആയിട്ടാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഫോറിനേഴ്സിനോട് വിദേശ രാജ്യങ്ങളിൽ വന്ന് താമസിക്കുന്ന ഫോറിനെയറായിട്ടുള്ള ആളുകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണ്. ഈ അവസാനം നടന്ന കൗൺസിൽ ഇലക്ഷനിലും റിഫോം പാർട്ടി എന്ന് പറഞ്ഞ റൈറ്റ് വിങ് പാർട്ടി ആണ് ജയിച്ചത്. അവരുടെ നിലപാടുകളെന്ന് പറയുന്നത് ഇവിടുത്തെ റെഫ്യൂജികളോട്, പ്രത്യേകിച്ച് റെഫ്യൂജികളോട്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കൾച്ചറൽ ഇൻവേഷനോട് വളരെ ശക്തമായ നിലപാടുള്ള പാർട്ടിയാണ് റിഫോം പാർട്ടി എന്ന് പറഞ്ഞത്. ആ റിഫോം പാർട്ടി ഇന്ന് UK ഒന്നാമത്തെ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നിർണായകമാണ്, ഒരുപക്ഷെ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ ഒരു വിദേശിനോട് വന്നാൽ ഫസ്റ്റ് ഡിറ്റെയിൻ ആൻഡ് ഡീപ്പോർട്ട് എന്നാണ്. അവനിവിടെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാതെ അവനെ തിരിച്ച് അവൻ്റെ രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യുക, പിടിക്കുക, അറസ്റ്റ് ചെയ്യുക, ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുപരി ഈ റെഫ്യൂജീസിനെ താമസിച്ചിട്ടുള്ള ഹോട്ടലുകളുടെ മുമ്പിലെല്ലാം ഒരു പ്രകടനം നടത്തി. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രകടനം നടന്ന ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ഈ പ്രകടനത്തിൻ്റെ അടുത്തുകൂടെ പോകേണ്ടി വന്നു. അപ്പം അത് ഞങ്ങളെ കണ്ടപ്പം ഞങ്ങളൊരു വിദേശത്ത് നിന്ന് വന്നേക്കുന്ന ആളുകൾ എന്നുള്ളതിലേക്ക് അവിടെ നിന്ന ഒരു ഇംഗ്ലീഷുകാർ വിളിച്ചു പറഞ്ഞ് യു ആർ നോട്ട് വെൽക്കമിങ് ദിസ് കൺട്രി എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പം ഈ ഇംഗ്ലീഷുകാരുടെ മാനസികാവസ്ഥയിൽ തന്നെ വലിയ ചേഞ്ചസ് ആണ് ഈ ഇസ്ലാമിക് ടെററിസവും ഈ റെഫ്യൂജീസും കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആലുവയിലൂടെ നടക്കാൻ പോയപ്പം ഒരു സ്ത്രീയും പുരുഷനും കൂടെ നേരെ എതിര് നടന്നു വരികയായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഹായ് ഹലോ യു ഓൾ റൈറ്റ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എതിരെ നടന്നു വന്നു കഴിഞ്ഞപ്പം ഞാൻ അടുത്ത് കടന്നു പോകുന്നതിനിടയിൽ അവരോട് പറയുന്നത് യു ഗോ എവേ എന്ന് വളരെ ഷൗട്ട് ചെയ്ത് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊന്നും മിണ്ടാതെ നടന്ന് പോരുകയായത്. ഇപ്പം ഈ കാലത്തിനിടയിൽ ഇംഗ്ലീഷുകാരുടെ ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അവർ നമ്മളോട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള മനോഭാവത്തിൽ ചിരിക്കുന്ന രീതി തന്നെ കുറഞ്ഞു.
അതുപോലെ ഇംഗ്ലീഷുകാരിൽ തന്നെ കുറേയേറെ ആളുകൾ കുരിശിട്ട് നടക്കുന്നവർ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അവർക്ക് ഈ ഫോറിനേഴ്സിനോട് തന്നെ ഒരു വിരോധം ഇപ്പോൾ ആയിരിക്കണം. മുൻകാലങ്ങളിൽ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പം അവരെ വലിയ മനുഷ്യത്വത്തോടെ സ്വീകരിച്ചിരുന്ന അവരുടെ മാനസികാവസ്ഥ ഇന്ന് മാറുകയും ഇന്ന് ഫോറിനേഴ്സിനോടൊക്കെ ഒരു നീരസത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് കരോളുകൾ അങ്ങനെ വേണ്ട എന്ന് വയ്ക്കാൻ മിക്കവാറും ഡിനോമിനേഷനുകളൊക്കെ തീരുമാനിക്കുകയും അവർ വീടുകളിൽ പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ 3, 4, 5 കാറുകളിൽ ചെല്ലുമ്പം ആ കാറുകൾ അവിടെ പാർക്ക് ചെയ്യുമ്പം അടുത്തുള്ള ഇംഗ്ലീഷുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലോ എന്നുള്ള ഭയപ്പാടാണ് യഥാർത്ഥത്തിലുള്ള ഈ കാരണം എന്ന് പറയുന്നത്. ഇത് രൂപപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ടെററിസത്തിനെതിരെയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ടെററിസം ഉണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതെങ്കിലും അതിൻ്റെ വിക്ടിംസായി മാറുന്നത് യഥാർത്ഥത്തിൽ വിദേശങ്ങളിൽ നിന്ന് വന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ പൊതു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഒരു വൈറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് അവരിലേക്ക് വന്നു കഴിഞ്ഞു. ഇലക്ഷനുകളിൽ പോലും വെള്ളക്കാർക്ക് വോട്ട് ചെയ്യുന്ന രീതി അവർക്ക് മാറി. മാറിച്ച് ഈ മലയാളികൾ ജയിക്കുന്ന പല സ്ഥലത്തും ഈ അവസാനം നടന്ന ലിബറൽ പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഒരു മലയാളി മത്സരിച്ച സ്ഥലത്ത് അദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത്. അവിടെ ലിബറൽ പാർട്ടിക്ക് സ്വാധീനമുള്ള ഇദ്ദേഹം ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ ഇദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം അവർ എതിർ നിന്ന വൈറ്റ്സിനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഈ തരത്തിൽ അവരുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷുകാരുടെ ഭാഗത്തുനിന്ന് വേറൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷുകാരുടെ ഭാഗത്ത് ക്രിസ്ത്യൻ ഈ പറയുന്ന ഇംഗ്ലീഷ് കരോളൊക്കെ പബ്ലിക്കിൽ അവർ നടത്താനും അതോടൊപ്പം തന്നെ പബ്ലിക്കിൽ ഇംഗ്ലീഷ് കരോൾ നടത്താനും ഒക്കെ ആയിട്ട് നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഈ റൈറ്റ് വിങ്ങിൻ്റെ നേതാവ്, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഒരു വലിയ പ്രകടനം നടത്തുകയുണ്ടായി. ഈ പ്രകടനമല്ല, ഈ ക്രിസ്മസ് കരോൾ നടത്തുകയുണ്ടായി. ആ ക്രിസ്മസ് കരോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് മുഴുവൻ കാണിക്കുന്നത് ഇത് 1000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. 1000-ഓളം ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ ഇതൊക്കെ സാധാരണ ഇംഗ്ലീഷുകാർ ഈ കരോളൊന്നും പുറത്തങ്ങനെ നടത്താറുള്ളതല്ല. പക്ഷേ ഈ വർഷം അത് നടത്തി. കാരണം ഈ ടോമി റോബിൻസൺ എന്ന് പറഞ്ഞ റൈറ്റ് വിങ് ലീഡർ പറയുന്നത് അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ ഒരു ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഈ ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസിയായി മാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1000-ഓളം പേരാണ് പങ്കെടുത്ത് ഒരു കരോള് ലണ്ടൻ പട്ടണത്തിൽ നടന്നത്. അപ്പം ഒരർത്ഥത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഈ ക്രിസ്ത്യൻ ആശയത്തിലേക്ക് തിരിച്ചു പോകുമ്പം, ആ ക്രിസ്ത്യൻ ആശയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പോലും അതിൻ്റെ ഒരു റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമായി അവരുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഈ പ്രത്യക്ഷത്തിൽ ഈ കുരിശു പിടിച്ചുള്ള പ്രകടനവും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഈ ക്രിസ്മസ് കരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഇവർ ഈ ക്രിസ്മസ് കരോളൊന്നും ഇവിടെയെങ്കിലും നടത്തി ഒരു സ്ഥലത്തും ഈ കഴിഞ്ഞ 10-22 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ തുടങ്ങിയിരിക്കുന്നതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിക ഫനാറ്റിസത്തെ നേരിടാനാണ് ഉള്ള ഒരു പ്രചോദനമായിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധമായിട്ടാണ് ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഇവിടുത്തെ ഈ ഇസ്ലാമികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവർക്കെതിരെ ഈ നാഷണൽ ന്യൂസ് പേപ്പറുകളൊക്കെ പലപ്പോഴും വലിയ ന്യൂസുകളൊന്നും പ്രചരിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള വലിയ പത്രങ്ങൾ ഈ ടോമി റോബിൻസൻ്റെ വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പം യൂറോപ്പിൽ മാത്രമല്ല ഈ ഇസ്ലാമിക ടെററിസത്തിനെ പറ്റി ആളുകൾ വളരെ കോൺഷ്യസ് ആയിട്ടില്ല. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വളരെ കാലമായി അമേരിക്കയിൽ താമസിക്കുന്ന ചാക്കോ കളരിക്കൽ എന്ന് പറഞ്ഞ അന്ന ആൾ എനിക്ക് അയച്ചൊരു മെസ്സേജ്, ഞാൻ ഈ കഴിഞ്ഞ ഒരു ഉസ്താദ് എൻ്റെ വീഡിയോ വിമർശിച്ചുകൊണ്ട്
ഒരു വീഡിയോ ഇട്ടപ്പോൾ, ഞാൻ ഇസ്രായേൽ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിനെ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി അതിന് വിശദമായി അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തപ്പോൾ ആ മറുപടി കണ്ട ചാക്കോ കളരിക്കൽ എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ എത്രമാത്രം അവർ നന്നായിട്ടാണ് ഇതിനു മുമ്പ് ജീവിച്ചിരുന്നത്, ഇന്നത്തെ ഇസ്ലാമിക് ടെററിസം വന്നതോടുകൂടി അവർ ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയും. അദ്ദേഹം 50 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ചാക്കോ കളരിക്കൽ എനിക്ക് അയച്ചിരുന്ന ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാം. ഹലോ ടോമി, ഇത് ചാക്കോ കളരിക്കലാണ്. ടോമിയുടെ യൂട്യൂബ് ചാനല് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. മുസ്ലിം തീവ്രവാദത്തെ പറ്റിയുള്ള താങ്കളുടെ പരാമർശം ഞാൻ യൂട്യൂബിൽ കേട്ടു. തീവ്രവാദം ആരുടെയാണെങ്കിലും അത് തുറന്നു കാണിക്കണം ടോമി. സാധാരണ മനുഷ്യരെ അതിന്റെ വിപത്തിനെ പറ്റി ബോധവൽക്കരിക്കണം. ടോമി വളരെ നല്ല ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ട് 50 വർഷത്തോളമായി. അന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അമേരിക്കയിലെ സായിപ്പുമാരൊക്കെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അഭയാർത്ഥികളായി വന്ന ഇസ്ലാം മതക്കാർ ഇപ്പോൾ അവകാശവാദവും ആ മതത്തിന്റെ കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വന്ന് നടത്തി പൊതുജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ് അവർ ചെയ്യുന്നത്. എല്ലാ കുടിയേറ്റക്കാരെയും ബാധിക്കുന്ന ഒരു രീതിയാണത്. ഇപ്പോൾ പേടിച്ചിട്ട് റോഡിൽ കൂടി നടക്കാനോ വല്ലതും പോയി വാങ്ങിക്കാനോ ഭയപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതാനും ചില തീവ്രവാദികൾ മൂലം എല്ലാ കുടിയേറ്റക്കാർക്കും പ്രശ്നമായിരിക്കുകയാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, UK എന്നുവേണ്ട എത്ര പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇസ്ലാം ടെററിസ്റ്റുകൾ കാരണം പൊറുതിമുട്ടിയിരിക്കുന്നത്. ഫ്രാൻസില് ക്രിസ്മസ് ആഘോഷങ്ങൾ വരെ വേണ്ടെന്ന് വെച്ചെന്ന് കേട്ടു. എന്തൊരു കഷ്ടം. ഏതായാലും ടോമിയുടെ പരിശ്രമങ്ങൾ തുടരണം കേട്ടോ. എല്ലാവിധ പിന്തുണയുമുണ്ട്. ഈ ചാക്കോ സാർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിലൊക്കെ അമേരിക്കയിൽ നിന്ന് ചാക്കോ കളരിക്കൽ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് 50 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ടെററിസം എത്രമാത്രമാണ് ഈ വിദേശ കുടിയേറ്റക്കാരെ കൊണ്ട് അപകടത്തിൽ ചാടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി. അത് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നിവിടെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇസ്ലാമിക് ടെററിസം കൊണ്ട്. അതിനൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് വിങ് രാഷ്ട്രീയത്തിന് വളരെ അപ്പർ ഹാൻഡ് നേടുന്നു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയും അതോടൊപ്പം തന്നെ ലിബറൽ പാർട്ടിയും. ലോക ചരിത്രത്തിൽ പാർട്ടി സിസ്റ്റം രൂപപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ്. അന്ന് രൂപപ്പെട്ട 2 പാർട്ടികളാണിത്. ഈ 2 പാർട്ടികൾക്കും ഇന്ന് ഈ സമൂഹത്തിൽ പ്രസക്തിയില്ലാതെ ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റിഫോം എന്ന് പറയുന്ന റൈറ്റ് വിങ് പാർട്ടി വളരെ ശക്തി പ്രാപിക്കുന്നു. അവർ ഈ റെഫ്യൂജികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഇസ്ലാമിക ഫെനാറ്റിക്സിനെതിരെ അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്രയും രാഷ്ട്രീയമായ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. ഇത് ഭാവിയിൽ ഒരു സിവിൽ വാറിന് പോലുള്ള സാധ്യത UK പോലുള്ള രാജ്യങ്ങളിലുണ്ടെന്ന് ഇതിനു മുമ്പ് തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതം ഈ രീതിയിൽ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാകുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾ പോലും ഇവിടുത്തെ മലയാളി സമൂഹത്തിന് ആഘോഷിക്കാനുള്ള ഭയപ്പാടിലായി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത് ഈ ഇസ്ലാമിക് ടെററിസം ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദേശ രാജ്യങ്ങളിലെ മനുഷ്യൻ്റെ ജീവിതം വളരെ പ്രതിസന്ധിയിലാക്കുന്നു. അവരുടെ ആ ഇസ്ലാമിക ടെററിസത്തിൻ്റെ രൂക്ഷത എല്ലാ അർത്ഥത്തിലും ദൈനംദിന ജീവിതത്തിൽ ഇവിടുത്തെ കുടിയേറ്റ ജനവിഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നന്ദി. ടോം ജോസ് തടിയമ്പാട്.